ഹലോ ഗായ്സ്, എല്ലാവർക്കും സൂരജ് ഹെയർ ടിപ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സൂരജ് ഹെയർ ടിപ്സ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സൂരജ് ഹെയർ ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് തുടങ്ങിയിട്ട് 14ാമത്തെ ദിവസമാണ്. അപ്പോൾ 14ാമത്തെ ദിവസം നിങ്ങൾക്ക് തരുന്ന ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഇന്ന് നമ്മളൊരു വെറൈറ്റി രീതിയിലാണ് വീഡിയോ എടുക്കുന്നത്. അതായത് നമ്മൾ സാധാരണ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ എടുക്കാറുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗ് തരത്തിൽ ഇങ്ങനെ വീഡിയോ എടുക്കാമെന്ന് ഇങ്ങനെ ഓർത്ത്, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നത്. പക്ഷേ എൻ്റെ പുറകിലിപ്പം കാണുന്ന ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു ചെടി ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ ചീര. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ കണ്ടൻറ്റ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, അതായത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുടി വളരാനാണല്ലോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ ഉള്ള ടിപ്സും കൊടുക്കണം. അതായത് നമ്മൾ പുറത്ത് നമ്മൾ ഹെയർ ഗ്രോത്ത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്തു കൊടുക്കണം. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡ്. അതിൻ്റെ അകത്ത് കറക്റ്റായിട്ടുള്ള വിറ്റമിൻ, കറക്റ്റായിട്ടുള്ള പ്രോട്ടീനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുള്ളൂ. അപ്പോൾ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഫുഡ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് മുട്ട, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസും, പിന്നെ ഫിഷ്. ഫിഷിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മത്തിയില്ലേ, അതൊക്കെ കഴിക്കുകയാണെങ്കിൽ, അത് വറുത്തല്ല കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയൊക്കെ നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് മീറ്റിൻ്റെ അകത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രോട്ടീൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചില ഫാറ്റൊക്കെ നമുക്ക് ഹെയർ ഗ്രോത്തൊക്കെ കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു, അതായത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കി നമുക്ക് കഴിക്കാൻ പറ്റുന്ന, എന്നാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലത്തെ കഴിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് രാവിലെ കഴിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം അതിൻ്റെ അകത്ത് ഏറ്റവും മെയിൻ കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുട്ടയും പിന്നെ നമ്മുടെ ചീരയാണ്. അപ്പോൾ നമ്മളൊരു ചീര വെച്ചിട്ടൊരു ഓംലെറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. ഇത് ഉണ്ടാക്കാനും ഭയങ്കര സിമ്പിളാണ്, അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചീര, ഈ സാധനം നമുക്ക് പറിക്കാം. ഇതിൻ്റെ അകത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 ഇല ഒരു 5-6 ഇല മാത്രം മതി. ഇത് ചുമന്ന ചീരയാണ്. ഇതിൻ്റെ പച്ച ചീരയുണ്ട്. ഇതെൻ്റെ അച്ഛനും അമ്മ ഇവിടെ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ചീര തന്നെ വേണം. അപ്പോൾ നമുക്ക് ചീരയുടെ ഇല ഞാൻ ഓൾറെഡി പറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കാൻ വേണ്ടി വരുന്നത്. അത് കാരണമാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് പറിക്കുന്നത് കാണിക്കാത്തത്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഇന്ന് ഞാൻ ഉണ്ടാക്കിയ എണ്ണ ഞാൻ തലയിൽ തൂത്തിട്ടിരിക്കുകയാണ്. അത് കാരണമാണ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുരുണ്ട് ഇരിക്കുന്നത് മുടി. പിന്നെ എനിക്ക് മുടി നല്ല സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്ത നമ്മുടെ തേയില വെള്ളമില്ലേ, അത് ഒഴിച്ച് കഴുകണം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കഴിച്ചിട്ട് വേണം എനിക്ക് കുളിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തണുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അത് കാണിക്കണോ? നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ, വെറുതെ ബോറടിപ്പിക്കണില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്, നമ്മുടെ ചീര. ഞാൻ ഇവിടെ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ തണ്ടും കൂടി എടുക്കാം. പിന്നെ ഇത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുട്ട. അപ്പോൾ ഇത് രണ്ടും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മിക്സ്ചർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് ഇത് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും, ഇത് നമ്മുടെ ആവശ്യത്തിന് കാശ്മീരി ചില്ലിയും, പിന്നെ ഒരു നുള്ള് ഇത് പേരുന്നതായിട്ട് മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് എടുത്തത്. ഇവിടെ നിങ്ങൾക്ക് മുളക് പൊടി ഇല്ലെങ്കിൽ, കാശ്മീരി ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുളക് പൊടിയും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു തക്കാളി. ഇത് ഇത്രയും വലിയ തക്കാളി ഒന്നും വേണ്ട, ചെറിയ തക്കാളി മതി. പിന്നെ 3 പച്ചമുളക്. ഇത് എരിവില്ലാത്ത മുളകാണ്, അത് കാരണമാണ് ഞാൻ 3 എടുത്തത്. പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിയും കൂടെ മതി. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ ഒരു മിക്സിക്കകത്തോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിത് ഓംലെറ്റ് ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് പ്രോസസ്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞത്, ഞാൻ തല കഴുകാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന തേയില വെള്ളം. ഇതിൻ്റെ കൂട്ടത്തിൽ ചുമ്മാ കാണിച്ചേക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ ചീരയില നമുക്ക് ജസ്റ്റ് ഇത് മിക്സിക്കകത്തിട്ട് അരയ്ക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത് അരിയേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് പെട്ടെന്നൊന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ഇങ്ങനെ ഇതിൻ്റെ അകത്തോട്ട് കണ്ടിച്ചിടാം. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ മുട്ട 3 പൊട്ടിച്ച് വയ്ക്കാം. ഞാനിപ്പോൾ വീടിൻ്റെ അകത്ത് കറണ്ട് ഇല്ലാത്തത് കാരണം കിണറിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. സോറി കേട്ടോ, അടുക്കളയിൽ നിന്ന് ചെയ്യേണ്ട കാര്യമാണെന്നറിയാം.
ഇനി മുട്ടയുടെ തൊണ്ടൊന്നും നിങ്ങൾ കളയേണ്ട കാര്യമില്ല. ഇത് ചെടിക്കൊക്കെ ഇടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ചെടിയുള്ളത് കൊണ്ട് ഇത് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ ആദ്യത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം ഈ സാധനം ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതും കൂടി ഇതിൻ്റെ അകത്തിട്ട് അങ്ങോട്ട് ആഡ് ചെയ്യും. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം കേട്ടോ ഈ 3 എടുക്കാനായിട്ട്. ഇത് വലിയ പാട് പിടിച്ച പരിപാടിയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും വലിയ ഇതായിട്ട് തോന്നുന്നതാണ്. പിന്നെ ഇഞ്ചിയും കൂടെ ജസ്റ്റ് ചുമ്മാ ഒന്നിങ്ങനെ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് അരഞ്ഞ് കിട്ടുന്നതാണ്. എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുക. ഈ തക്കാളി നമുക്ക് 4 ഇങ്ങനെ അരിയാം. തക്കാളി കൂടുതലാണ്. ഓക്കെ, നമ്മുടെ പച്ചമുളകും കൂടെ നമ്മുടെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ സെറ്റാണ്. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ സാധനങ്ങളുടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. അതെ, ഞാനിങ്ങനെയാണ് കഴിക്കാറുള്ളത്. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാം. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, കുഴപ്പമില്ലാത്ത നല്ല ടേസ്റ്റുണ്ട്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും